ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. എല്ലാവർക്കും ഗ്രേറ്റികൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മളെ മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുമ്പോൾ അടിച്ച് പണ്ടാടെ നല്ല കിടിലായി താഴെ ഇറങ്ങി നിഫ്റ്റി. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നല്ല വൃത്തി ഇറങ്ങി. വൈകിട്ടൊരു ചെറിയൊരു ന്യൂസ് ഉണ്ടായിരുന്നു. എന്താണ് നമ്മുടെ ബെലാറസും റഷ്യയും തമ്മിൽ മാർക്കറ്റിലൊരു ചെറിയൊരു ന്യൂക്ലിയർ ഡ്രില്ല് നടത്താൻ പോകുന്നതൊക്കെ ന്യൂസ് മാർക്കറ്റിന് ശേഷം നമുക്ക് പൊതുവെ എല്ലായിടത്തും വാട്സാപ്പിലും ബാക്കി എല്ലായിടത്തെല്ലാം വന്നായിരുന്നു. അപ്പോൾ ആ ഒരു ന്യൂസിൻ്റെ ബലത്തിൽ മാർക്കറ്റ് നേരത്തെ അറിയാൻ തോന്നുന്നു. ആ മാർക്കറ്റ് ലാസ്റ്റ് സമയം പ്രത്യേകിച്ച് LPDയിലൊക്കെ നല്ല വൃത്തിയെ മാർക്കറ്റ് നിഫ്റ്റി അടിച്ചിറങ്ങി. ഏകദേശം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2:45 ശേഷം നിഫ്റ്റി ഏകദേശം നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ 2:45 ശേഷം ഒരു 10-20 പോയിൻറ്റ് താഴെ ഇറങ്ങി കൂടെ ഫ്ലാറ്റിൽ തന്നെ ആ LPD സ്പൈക്ക് വന്നിട്ടില്ല, എന്നാൽ പോലും താഴെ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. ഗ്രേറ്റികൾ ടെക്കിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിഫ്റ്റിയിൽ നമ്മുടെ ഇന്നലത്തെ POC ആയ 22,390 എന്ന് പറഞ്ഞ ആ ലെവലിൻ്റെ ഭാഗത്ത് നമ്മൾ ക്ലോസ് ചെയ്തത്. ഇന്ന് ഏകദേശം ആ 390 എന്ന് പറഞ്ഞാൽ 385 POC തട്ടി തിരിച്ച് ഫസ്റ്റ് ടാർഗറ്റായ 330, അതിന് 330 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 270 വന്നു. 275 വന്നതിന് ശേഷം അത് പൊട്ടി ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് അഭയാർത്ഥി സോണായ 22,170 പൊട്ടി 22,052 വരെ വന്ന് തിരിച്ച് 22,072 ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഏകദേശം 1.5% നിഫ്റ്റി അടിച്ചു. ബാങ്ക് നിഫ്റ്റി 1% അടിച്ചുള്ളൂ. ഫിൻ നിഫ്റ്റി ഏകദേശം 1.5% അടിച്ചു. മിഡ് ക്യാപ്പ് 1.25-2% അടുപ്പിച്ച് അടിച്ചു. ഇപ്പോൾ എക്രോസ് സെക്ടറിൽ FIs നല്ല സെല്ലിംഗ് ഉണ്ടായിരുന്നു. FIയുടെ സെല്ലിംഗ് ഫിഗർ ഇന്ന് 6,700 കോടിക്ക് മുകളിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഇന്ന് നിഫ്റ്റി നമ്മളെ എല്ലാ ലെവലും സപ്പോർട്ട് ലെവലും നമ്മൾ അപ്പർ ലെവലിലുള്ള ഒരു മൂവ്മെൻറ്റ് നിഫ്റ്റി തന്നിട്ടില്ല. പകരം ഫ്രം ദി ഓപ്പൺ നമ്മൾ ഇന്നലത്തെ POCയുടെ ഭാഗത്ത് നമ്മൾ ഇറങ്ങി വന്ന് അവസാനത്തെ കച്ചിത്തുരുമ്പായ 22,072 ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഈ ലെവൽ നിങ്ങൾ മാർക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ ലെവൽ പറഞ്ഞതുപോലെ എവിടെയാണ് ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്നലെ നിന്നത്? നമ്മുടെ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്നലത്തെ POC ആയ 200ൻ്റെ മുകളിൽ അവൻ ഓപ്പൺ ചെയ്ത് 360, ഈ 332, ഈ ഭാഗത്ത് നിന്ന് അവൻ തിരിച്ചടിച്ചു. പിന്നെ ഈ 200 ബ്രേക്ക് ചെയ്തു, 42,000 വന്നു. അതിനുശേഷം നമ്മുടെ ഇമ്പോർട്ടൻറ്റ് POC ആയ 47,818 വന്ന് ആ ഭാഗത്ത് കുറച്ച് നിന്ന് കളിച്ചതിന് ശേഷം ലാസ്റ്റ് SBIയുടെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു സെൽ ഓഫ് കണ്ടു. ആ സെൽ ഓഫിൽ അവ ഇറങ്ങി ഈ 47,572 എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടിൻ്റെ കുറച്ച് മുകളിൽ അവൻ ക്ലോസ് ചെയ്തു. സോ അവനെ സംബന്ധിച്ച് 47,818 എന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നിഫ്റ്റിയെ സംബന്ധിച്ചും 22,170 എന്ന് പറഞ്ഞാൽ ആ ഇമ്പോർട്ടൻറ്റ് ലെവലിന് താഴെയാണ് അവൻ ക്ലോസ് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾ ഈ ലെവൽസൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് നിങ്ങൾ ചാർട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ട്രേഡിങ്ങിൽ അത് പ്രയോജനപ്പെടും. നിങ്ങൾക്കത് പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർക്കറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ എങ്ങനെ നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൃത്യത അറിയിക്കും. സോ മാർക്കറ്റ് ക്രാഷ് വരുമെന്ന് ചോദിച്ചുള്ള ഒത്തിൻ്റെ ആൻസർ നമുക്ക് പോകാം. സോ എല്ലാവർക്കും വരാം. നമുക്ക് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ആ ഒരു ചാർട്ടിലേക്ക് നമുക്ക് അങ്ങോട്ട് കടക്കാം. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന നിഫ്റ്റി ഇന്ന് ട്രെൻഡ് ഡേ ഡൗൺ ആയിരുന്നു. നിഫ്റ്റിയുടെ ട്രെൻഡ് ഡേ ഡൗൺ എന്ന് പറയുമ്പോൾ നിഫ്റ്റി ഇന്ന് ട്രെൻഡ് ഡേ ഡൗണിൽ വന്നു. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം അടിച്ചിറങ്ങുകയും ചെയ്തു. അതുകൂടാതെ അവൻ എന്ത് പറ്റിയെന്ന് നിഫ്റ്റി ഈ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം അടിച്ചിറങ്ങിയതിന് ശേഷം നിഫ്റ്റി തിരിച്ച് നല്ല രീതിയിലൊരു ട്രെൻഡ് ഡൗൺ തന്നു. സോ നമ്മൾ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂ പ്രകാരം ഇറ്റ്സ് എ ട്രെൻഡ് ഡേ ഡൗൺ ആണ്. അത് കൂടാതെ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഏകദേശം ഒരു നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷനാണ്. അത് കൂടാതെ നിഫ്റ്റി ഒരു ട്രെൻഡ് ഡേ ഡൗണും കൂടെയാണ്. നിഫ്റ്റി ഇന്ന് ഏപ്രിലിലോ ഇവിടെ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് 22,342 ഓപ്പൺ ചെയ്ത് ഇന്നലത്തെ POCയുടെ ഭാഗത്ത് നിന്ന് എക്സാക്റ്റിൽ തിരിച്ച് റിവേഴ്സ് ചെയ്തു. 22,275 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് POC ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഏകദേശം നമുക്ക് 230 ഭാഗത്തൊരു POC ബ്രേക്ക് ചെയ്ത് കുറച്ച് നേരം കളിച്ചതിന് ശേഷം ഹാമർ പീരീഡിൽ HPയിൽ അടിച്ചിറങ്ങി 170 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്തു അവൻ താഴോട്ട് അങ്ങോട്ട് പോയിട്ട് നമ്മളെ പഴയ ഒരു പ്രീവിയസിലെ ഒരു സിംഗിൾ പ്രിൻ്റായ 22,060 എന്ന് പറഞ്ഞ ആ ലെവലിൻ്റെ ഭാഗത്ത്, അതായത് നിഫ്റ്റിയിൽ ട്രെൻഡ് ഡേ അപ്പ് വന്ന ന്യൂട്രൽ ട്രെൻഡ് ഡേ അപ്പ് വന്ന നിഫ്റ്റി, അതായത് 19/4 ഏപ്രിൽ 19 വന്ന ആ ട്രെൻഡ് ഡേയിൽ വന്ന സിംഗിൾ പ്രിൻറ്റിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ സപ്പോർട്ട് എടുത്ത് ആശാൻ എന്ത് ചെയ്തു, കയറി ആ ഭാഗത്ത് തൊട്ട് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കേണ്ടത് നാളെ മാർക്കറ്റ് എങ്ങനെ പോകും നോക്കും. നാളെ നമുക്ക് നോക്കേണ്ടത് ഈ 22,060 താഴെ നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ ഫ്രഷ് സെല്ലിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ.
22,060 താഴെ നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 21,993 എന്ന് പറഞ്ഞ ഈ ലെവലും ഈ 21,993 താഴെ വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ POC യുമാണ് ഇമ്പോർട്ടൻറ്റ്. 21,907 എന്ന് പറഞ്ഞാൽ ഈ POC നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 22,060 താഴെ നിൽക്കുമ്പോൾ 21,993 എന്ന് പറഞ്ഞ ഈ സിംഗിൾ പ്രിൻറ്റും അതിന് താഴെ നിൽക്കുമ്പോൾ 19/4 ഏപ്രിൽ 19 വന്ന POC ആയ ഈ 21,908 സപ്പോർട്ടാവും. ഈ 21,908 താഴെ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി അടുത്ത സപ്പോർട്ട് ഞാൻ കാണുന്നത് 21,877 ഒരു ചെറിയൊരു HVN സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടെ അതിന് താഴെ ഞാൻ കാണുന്നത് ഈ 21,776 എന്ന് പറഞ്ഞ ഈ സപ്പോർട്ടാണ്. ഈ 21,910 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയിൽ അൾട്ടിമേറ്റ്ലായിട്ട് നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഈ 21,689 എന്ന് പറഞ്ഞാൽ ഈ ഒരു POC ആണ്. ഇത് ഇതുവരെയും വന്നിട്ടില്ല. കഴിഞ്ഞ കുറേ പ്രാവശ്യം ഈ ഭാഗത്തൊക്കെ വന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഈ ഭാഗത്തൊക്കെ കുറച്ച് അടുപ്പിച്ചൊക്കെ വന്നിട്ട് നിഫ്റ്റി തിരിച്ച് റിവേഴ്സൊക്കെ ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ നോക്കപ്പെടാം, ഇവിടെ ഇതിൻ്റെ കുറച്ച് ഭാഗത്ത് വന്നു, അതിന് മുമ്പത്തെ കുറച്ച് ദിവസങ്ങളിൽ വീണ്ടും ആ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഈ ഓർഡർ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ടിങ്ങനെ ബാക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ഈ ഇവിടെ ഈ ഭാഗത്ത് വന്നു, അങ്ങനെ കുറേ ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ വന്നു, അപ്പോൾ തിരിച്ച് ഇവിടുന്ന് റിവേഴ്സ് ചെയ്താണ് പോയത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഈ 21,908 എന്ന് പറഞ്ഞാൽ ഈ ലെവൽ പൊട്ടുകയാണെങ്കിൽ ഇവഞ്ച്വലി അതിന് ഏത് ലെവലിലേക്ക് പോകാൻ ഈ 21,689 ഒരു ബ്രോഡർ വ്യൂയിലേക്ക് പോകാം. ഈ 21,689 താഴേക്ക് പോയി കഴിഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള സെല്ലിങ് അക്രോസ് ദ ഇൻഡിസസ് സ്റ്റോക്സിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് മാർക്കറ്റിൽ കുറച്ചും കൂടെ വല്ലാത്ത നെഗറ്റീവ് രീതിയിൽ അത് ബാധിക്കുകയും മാർക്കറ്റ് വല്ലാത്ത രീതിയിൽ ബാധിക്കുകയും മാർക്കറ്റ് അവിടെ നിന്നും ഒരു വലിയൊരു ഡൗൺവേർഡ് മൂവിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ്. സോ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയിൽ നിന്ന് നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് നമ്മൾ നിഫ്റ്റിയിൽ പറഞ്ഞ ലെവല്, നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ നമ്മൾ നിഫ്റ്റിയിൽ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഈ 22,060 താഴെ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇനി ഒരു ഫ്രഷ് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാനുള്ളൂ. അതിന് താഴെ നിൽക്കുന്നതോളം കാലം 21,993 എന്ന് പറഞ്ഞാൽ ഈ HVN ലെവലും HVN സിംഗിൾ പ്രിൻറ്റ് ലെവലും അതിന് താഴെ നിൽക്കുന്നതോളം കാലം ഈ 21,908 എന്ന് പറഞ്ഞാൽ ഈ ഒരു 19/4 ഏപ്രിൽ 19 വന്ന ഈ POC ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി എന്ത് നോക്കേണ്ടത്, ഇനി മുകളിലോട്ട് പോകുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 22,118 ഒരു സെല്ലിംഗ് നടന്നിട്ടുണ്ട്, ഹ്യൂജ് സെല്ലിംഗ് നടന്നിട്ടുണ്ട്. ഈ 22,118 മുകളിൽ പോകുമ്പോൾ 22,160 അതിന് മുകളിൽ പോകുമ്പോൾ 22,206 അതിന് മുകളിൽ ഇന്നത്തെ POC ആയ 22,233 എന്ന് പറഞ്ഞ് ഇന്നത്തെ POC മുകളിൽ മാത്രമേ നമ്മളിനി ഒരു ഫ്രഷ് ബൈങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. നിങ്ങളിവിടെ കുറേ കറുത്ത ലൈൻ കാണുന്നു. എന്നൊക്കെ ഈ ഭാഗത്തൊക്കെ കുറച്ച് HVNs, അതായത് ഹൈ വാല്യൂ നോട്ട്സ് ഇവിടെ സെല്ലിംഗ് നടന്നിട്ടുണ്ട്. 22,252 ഇവിടെ 22,282 സെല്ലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സിംഗിൾ പ്രിൻറ്റ് വന്നു. ഇവിടെ 22,177 വീണ്ടും ഒരു സെല്ലിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് മുകളിലോട്ട് പോകുമ്പോൾ കുറേ റെസിസ്റ്റൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ്? 22,117 എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ്, അതിന് മുകളിൽ 22,160 എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ്, അതിന് മുകളിൽ 22,177, അതിന് മുകളിൽ 22,207, അതിന് മുകളിൽ ഈ POC ആയ 22,233. ഈ 22,233 മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ഒരു ന്യൂട്രൽ ട്രെൻഡിലേക്ക് നിങ്ങൾക്ക് പോകാൻ പാടുള്ളൂ. സോ നമുക്ക് ആ ലെവൽ നമുക്കൊന്ന് മാർക്ക് വയ്ക്കുക. അതിന് മുമ്പേ ഞാൻ നിഫ്റ്റിയിൽ വേറൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് നിഫ്റ്റിയിൽ ലാസ്റ്റ് മിനിറ്റ് 3:10 സമയത്ത് ഒരു ഇത് 5 മിനിറ്റ്സിൻ്റെ ഓർഡർ ഫ്ലോ ചാർട്ടാണ്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഒരു ഭീകരമായ ഒരു സിംഗിൾ ലോട്ട് സെല്ലർ 9,770 ക്വാണ്ടിറ്റി അയാൾ 22,085 റേഞ്ചിൽ വിറ്റിട്ടുണ്ട്. അപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു ലെവൽ ഏകദേശം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ലെവലാണ്. ഈ ലെവലിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ സെല്ലർ കുറച്ചുകൂടെ ആക്ട് ചെയ്യാനും നിഫ്റ്റിയിലെ നിങ്ങൾ ഡെൽറ്റ നോക്കിയാൽ തന്നെ സിവിയർ ആയിട്ടുള്ള കോട്ടാണ്. ഈ പ്രത്യേകിച്ച് ഈ ഒരു ക്യാൻഡിലെ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 9,499 സെല്ലേഴ്സാണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഹെവി സെല്ലിംഗ് ഉള്ള ഏരിയയാണ്. ഈ പ്ലെയർ ഉള്ളിടത്തോളം കാലം നിഫ്റ്റി 21,910 ചിലപ്പോൾ അതിന് താഴെ 21,689 വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. സോ നമുക്ക് ഈ ലെവലൊന്ന് നമ്മളെ ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് ചെയ്ത് വെച്ചാലേ നമുക്ക് പ്രയോജനപ്പെടുള്ളൂ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി. സോ നമ്മൾ ആ ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം ചാർട്ടിലെ. സോ ഇനി നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്കിതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ലെവലൊക്കെ വായിക്കണം. കാരണം ഈ ലെവലൊക്കെ മാറിയല്ലോ, ആശാൻ ഇതൊക്കെ മാറി. നമുക്ക് ഇതൊക്കെ താഴോട്ടാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യം വരും. എന്നിട്ട് നമുക്ക് ഇന്നത്തെ POC എന്ന് പറയുന്നത് ഏതാണ്? 22,233 നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ POC. ആ ലെവൽ ഞാൻ മാർക്ക് ചെയ്തു.
അതിന് മുകളിൽ പോയാൽ മാത്രമേ നിങ്ങൾ ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ 22,287 അതിന് മുകളിൽ നമ്മുടെ എന്താണ് 22,330 എന്ന് പറഞ്ഞാൽ 35 എന്ന് പറഞ്ഞാൽ ഈ ലെവൽ നമുക്ക് വരും. ഇനി അതിന് മുകളിൽ പോയാൽ മാത്രമേ നിങ്ങൾ വേറെ 390 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ PO 385 ഇന്നലത്തെ POC ഈ 390 പോകാം ഇവിടെ വരികയുള്ളൂ. ഇനി താഴോട്ട് ഫസ്റ്റ് സപ്പോർട്ട് എന്ന നിലയിൽ നമുക്ക് ഇനി റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് വരയ്ക്കണം. എന്താണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 22,000 എത്രയാണ് 111. ഇപ്പോൾ ഇതൊന്നും ഞാൻ അത് പൊക്കിയെടുത്ത് അവിടെ കൊണ്ടുവയ്ക്കാം. 22,118 എന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇത് ഞാൻ ഇത് മാർക്ക് ചെയ്ത് വെച്ചു. ഇതിൻ്റെ കളർ എന്താണ്? ഇതിൻ്റെ കളർ ഒന്ന് മാറ്റി കറുപ്പാണല്ലോ. റെസിസ്റ്റൻസ് പറഞ്ഞാൽ നമുക്ക് കറുപ്പാണ്. അതിനെ കറുപ്പിലേക്ക് പോവാം. അതിന് മുകളിൽ നമുക്ക് അടുത്ത് നോക്കേണ്ടത് എത്രയാണ്? 22,177 ഈ ഒരു ലെവലും അതിന് മുകളിൽ 233. ഇനി നോക്കേണ്ട സപ്പോർട്ട് 22,060 എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊരു സ്ട്രോങ് സപ്പോർട്ടാണ് ഈ സിംഗിൾ പ്രിൻ്റ്. ഓക്കെ, അതിന് താഴെ നിൽക്കുന്നതോളം കാലം അടുത്തത് 21,993 എന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് സപ്പോർട്ട് സിംഗിൾ പ്രിൻ്റ് സപ്പോർട്ട്. അതിന് താഴെ നിൽക്കുന്നതോളം കാലം അടുത്ത ഏതാണ്? 21,908 എന്ന് പറഞ്ഞാൽ 19,4 POC. അപ്പോൾ ഈ POC ആയതുകൊണ്ട് നമുക്കിതൊരു നമ്മളെ കളറൊക്കെ മാറ്റാം. ഈ 21,908 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു 21,880 ഉണ്ടെങ്കിൽ കൂടെ ഈ ഒരു 880 എന്ന ഭാഗം ഉണ്ടെങ്കിൽ കൂടെ അതൊരു സപ്പോർട്ട് ആയിട്ട് ആക്റ്റീവ് ചെയ്യാൻ ചാൻസ് കുറവാണ്. സോ നമുക്ക് നാളെ നോക്കിക്കഴിഞ്ഞാൽ നാളെ മാർക്കറ്റ് ഇന്ന് നല്ല ട്രെൻഡ് ഡേ ഡൗൺ ആയതുകൊണ്ടും ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ടും ഇവൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഭാഗത്തു നിന്ന് ഈ 21,908 പൊട്ടുകണമെങ്കിൽ മാത്രമേ താഴോട്ടുള്ള ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളൂ. ഇപ്പോൾ നിഫ്റ്റി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കണ്ടല്ലോ. കാരണം നിഫ്റ്റിയിൽ ഈ ഒരു വാട്ടർ ഫ്ലോയിൽ നിങ്ങൾ വ്യക്തമായി കാണാം. നിങ്ങൾക്കിവിടെ നിഫ്റ്റിയിൽ ഏകദേശം ഒരു ബിഗർ സെല്ലർ ഈ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലിൽ ഈ ഭാഗത്ത് നല്ല സെല്ലിംഗ് ഉണ്ട്. 22,100 to 22,060 വരെ ഏകദേശം നല്ലൊരു സെല്ലിംഗ് നടന്നിട്ടുണ്ട്. ഈ ഏരിയയ്ക്ക് താഴെ നിൽക്കുന്നിടത്തോളം കാലം 21,908 അതിന് താഴോട്ടും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇനി മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ബാങ്ക് നിഫ്റ്റി ആശാൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണം. സോ ബാങ്ക് നിഫ്റ്റിയുടെ ആശാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് പ്യുവർലി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. ഒരു ട്രെൻഡ് ഡേ ആണെങ്കിൽ കൂടെ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ അഥവാ ട്രെൻഡ് ഡേ ഡൗൺ ആണ് ബാങ്ക് നിഫ്റ്റി. ഇന്നത്തെ POC വന്നിരിക്കുന്നത് 47,938 ലെവലിലാണ് POC വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ട്രെൻഡ് ഡേ ഡൗൺ വിത്ത് ക്ലോസ് അറൗണ്ട് 47,668 സോ ആസ് ലോങ് ആസ് ബാങ്ക് നിഫ്റ്റി ഈ 47,724 നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് 47,518 അതിന് ഈ ബാങ്ക് നിഫ്റ്റിയിലെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 518 അതിന് താഴെ 47,406 ഈ 47,406 താഴെ അടുത്ത സപ്പോർട്ട് 47,300 അതിന് താഴെ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു 47,148 അതിന് താഴെ ഈ ഒരു POC ആയ 47,000 അതാണ് വരുന്നത്. സോ ബാങ്ക് നിഫ്റ്റി തന്നെ 47,520 47,300 47,148 47,000. ഇനി മുകളിലോട്ടാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു POC ഇമ്പോഴാണ് 47,818 മുകളിൽ മാത്രമേ ഒരു റിവേഴ്സൽ വരുള്ളൂ. അതിന് മുകളിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ POC ആയ 47,937 അതിന് 47,937 മുമ്പേ ഈ പുൾ ബാക്ക് ഹൈ ആയ 48,057 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇന്നലത്തെ POC ആയ 48,200 വരാം. സോ ബാങ്ക് നിഫ്റ്റിയിൽ SBI റിസൾട്ട് വളരെ പോസിറ്റീവ് ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി അധികം അടിക്കുന്നത് വളരെ കുറവായിരിക്കും. സോ നമുക്ക് ആ ഒരു ലെവലും നമ്മളെ ചാർട്ടിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ പ്രകാരം ബാങ്ക് നിഫ്റ്റി എന്താണ് നമുക്ക് ഇതൊക്കെ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് കുറേ നമുക്ക് ചെയ്യണം. ഇതൊക്കെ നമുക്ക് മാറ്റാം. നമുക്ക് പുതിയ ലെവൽസ് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മാറ്റാമല്ലോ. അപ്പോൾ ഈ ലെവലൊക്കെ മാറ്റിയിട്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ 47,947 സോ 47 ആ ലെവലിലേക്ക് ഞാനൊന്ന് POCയെ മാറ്റി. ഓക്കെ, ഈ മാറ്റി അതിന് മുകളിൽ നിൽക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 48,060 ഇതാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് ഇവിടെ. അപ്പോൾ ഈ റെസിസ്റ്റൻസിന് ഈ ഒരു കറുത്ത ലൈനിൽ ഇവിടെ കൊണ്ടുപോയിക്കാം 48,060 അതിന് മുകളിൽ നിൽക്കുമ്പോൾ 48,200 എന്ന് പറഞ്ഞാൽ 207 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POC. അതിനകത്ത് കളറൊന്ന് മാറ്റണ്ടേ? ഇന്നലത്തെ POC ആണ്, അത് ഈ കളറിൽ കൊടുത്തേക്കാം. അതിന് മുകളിൽ നമ്മൾ ബാക്കി ബൈനെക്കുറിച്ച് പിന്നെ നോക്കിയാൽ മതി. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി താഴോട്ടാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 520 47,520 നമ്മളെ ഫസ്റ്റ് സപ്പോർട്ട് 520
ഓക്കെ. ബാങ്ക് നിഫ്റ്റിയിൽ വേറൊരു റെസിസ്റ്റൻസ് നമുക്കുണ്ട് 47,720 നമ്മളെ സംബന്ധിച്ചൊരു റെസിസ്റ്റൻസാണ്. അത് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. സോ ഈ 727 ഈ ഭാഗം റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത സപ്പോർട്ട് വന്നാൽ 47,520 താഴെ 47,300 അതിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ. അതിന് താഴെ 47,148 ബാങ്ക് നിഫ്റ്റിയിലെ അടുത്ത ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞ രീതിയിൽ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണം. ഓക്കെ. അതിന് താഴെ 47,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് POC അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണം. ഓക്കെ. ഇത്രയാണ് ബാങ്ക് നിഫ്റ്റി ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ വർക്ക് ചെയ്യണം. സോ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ഇത്രയും ലെവൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇപ്പം നമ്മളെ അമേരിക്ക മാർക്കറ്റ് ഏകദേശം 180 പോയിൻ്റ് അപ്പും നമ്മൾ നോക്കിയാൽ S&P വന്ന് 13 പോയിൻ്റ് അപ്പും ഡൗ ജോൺസ് 191 പോയിൻ്റ് അപ്പും നാസ്ഡാക്ക് ഫ്ലാറ്റുമാണ്. നമ്മുടെ നിഫ്റ്റി ഇപ്പം നിൽക്കുന്നത് 22,148 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഏകദേശം നമ്മളെ ക്രോസിംഗ് ഒരു +80 പോയിൻറ്റ്സ് മോൾ 152 ലെവലിൽ നിൽക്കുകയാണ്. സോ ഒരു റിവേഴ്സൽ കണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു നിഫ്റ്റി ഡൗ ചാച്ച അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ അപ്പനാ കാലിൽ സ്വന്തം കാലിലാണ് നിൽക്കണത്, അല്ല കണ്ടവൻ്റെ കാലിലല്ല നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ ഓർത്തോളുക. ഇലക്ഷൻ്റെ അൺസർട്ടനിറ്റി മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ട്. വോട്ടിൻ്റെ പെർസെൻറ്റേജ് കുറയുന്നതും വിക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മുടെ വിക്സ് ഇന്ന് വീണ്ടും നമ്മുടെ അറിയാലോ, നമ്മുടെ വിക്സ് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വിക്സ് വീണ്ടും കുറഞ്ഞു. നമ്മുടെ ഇന്ന് കുറഞ്ഞല്ല, വിക്സ് നമുക്ക് കൂടി. നിങ്ങൾ നോക്കിയാൽ ഇന്ത്യയുടെ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ വിക്സ് ഇന്ന് 18.265, അതായത് വിക്സ് 19-20 മുകളിൽ പോകും. സോ വിക്സ് അത്രയും കൂടുതൽ മുകളിൽ പോകുമ്പോൾ ഷാർപ്പായിട്ടുള്ള ഫോളും ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 47,000, നിഫ്റ്റിയെ സംബന്ധിച്ച് 21,908 നമുക്ക് ഈ ഒരു ഡൗൺവേർഡ് മൂവിൽ സപ്പോർട്ട് എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ളൊരു സെല്ലിങ്ങിലേക്ക് മാർക്കറ്റ് പോകും. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ വരാം. സോ മാർക്കറ്റ് ചിലപ്പോൾ ഇനിയും നല്ല ഡൗൺവേർഡ് മൂവിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ വിഷ്ണു ഗുപ്തൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദയവ് ചെയ്ത് എല്ലാ ട്രേഡിംഗ് ഫ്രണ്ട്സിനും കൊടുക്കുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറുമാണ് ഞങ്ങളുടെ പെട്രോള്. സോ ഞങ്ങളുടെ പെട്രോൾ നിങ്ങൾ തരിക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി നിന്നുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ.